എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ. മത്തായി 6-3-4 വാക്യങ്ങൾ. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മനുഷ്യൻ്റെ ഏറ്റവും മോശപ്പെട്ട ചിന്തകളിൽ ഒന്നിനെ കർത്താവ് ഇവിടെ പൊളിച്ച് അടുക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ ഇത് ചെയ്താൽ എനിക്ക് എന്ത് നേട്ടമുണ്ടാകും? ഇങ്ങനെയുള്ള അന്വേഷണത്തിലാണ് സാധാരണ മനുഷ്യർ അധികവും. എനിക്കെന്ത് പ്രതിഫലമുണ്ടാവും? ആരെങ്കിലുമൊക്കെ എന്നെ പുകഴ്ത്തുമോ? അങ്ങനെയുള്ള ചിന്തകൾ ഒരുപക്ഷെ നമ്മിലുണ്ടാവാം. പ്രതിഫലം എന്നത് ഒരു കെണിയാണെന്ന മട്ടിൽ കർത്താവ് തൻ്റെ നിലപാട് വെളിപ്പെടുത്തുന്നു. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുന്നതിലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിലും എന്ത് മേന്മ എന്നാണ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ചോദിക്കുന്നത്. നമ്മൾ വലിയ കാര്യമാണ് നമ്മട്ടിൽ ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെ പാപികൾക്ക് പോലും ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് കർത്താവ് വളരെ നിസ്സാരമായി സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിനെന്തെങ്കിലും മേന്മയുള്ളൂ എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. പകരമായി ഒരു പുഞ്ചിരി പോലും സമ്മാനിക്കാൻ ഇല്ലാത്തവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അത് സ്വർഗം മാനിക്കുന്ന പ്രവൃത്തിയാണ്. ഒരു വിരുന്ന് നടത്തുമ്പോഴും അങ്ങനെ ചില മാനദണ്ഡങ്ങൾ പുലർത്തണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. നീ ഒരു സദ്യയോ അത്താഴമോ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരെയോ അയൽക്കാരെയോ വിളിക്കരുത്. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാകുകയും ചെയ്യും. കർത്താവിൻ്റെ ഈ വാക്കുകൾ ഗൗരവമായിട്ടെടുത്താൽ പട്ടിണി എന്നൊരു വിപത്ത് പോലും ഈ ഭൂമിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. സമ്മാനമെന്ന പ്രലോഭനം നൽകിയല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ശിക്ഷണം നൽകാൻ പോലും അറിഞ്ഞുകൂടാത്ത നമുക്ക് ഈ പാഠങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് എന്ത് ചെയ്താലും 4 പേരറിയണമെന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് നിസ്സാരമായ ഒരു സഹായം ചെയ്യുന്നത് പോലും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ നമ്മൾ വെമ്പൽ കൊള്ളുന്നത്. അതിനെത്ര ലൈക്ക് കിട്ടി എന്നതാണ് നമ്മുടെ നോട്ടം. എന്നാൽ ഇത് വേദവിപരീതമാണ്, ക്രിസ്തുവിൻ്റെ നിലപാടിൽ നിന്ന് ഒരുപാട് അന്യായമാണ്, അകലെയാണ് എന്നത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയുന്നു, ഒന്നിനും കണക്ക് സൂക്ഷിക്കാൻ പാടില്ല എന്നതാണ്. ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണമെന്ന ചൊല്ലൊക്കെ നമുക്ക് ഉണ്ട്. എന്നാൽ സ്നേഹ നിയമങ്ങൾക്കിടയിൽ ഇത്ര കൃത്യമായി കണക്ക് സൂക്ഷിക്കുന്നത് അത്ര നല്ല കാര്യമല്ലെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ മടുപ്പിക്കുന്നുണ്ട്. കാരണം കണക്ക് സ്നേഹത്തെ പരിമിതപ്പെടുത്തുന്നു. അതിൻ്റെ ചെറിയ അതിരുകളിൽ കുരുങ്ങി തീരെ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ കണക്ക് കൂട്ടാൻ തുടങ്ങുന്നതോടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ ചോർന്നു പോകും. നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, അളന്ന് തൂക്കി ഒന്നിനും കുറവ് വരരുതെന്ന ആ ഒരു വലിയ വിചാരത്തോടെ ചെയ്യുന്നു. എന്നിട്ടും വീട്ടിൻ്റെ ഉള്ളിൽ മഞ്ഞുപോലെ തണുത്ത സ്നേഹം മാത്രമാണ്. അതെന്തുകൊണ്ടാണെന്ന് പിടികിട്ടാതെ ഇവിടെ എന്തിൻ്റെ കുറവാണെന്ന് ചോദിച്ച് നമ്മൾ അമ്പരക്കുകയും ഒരു പക്ഷെങ്കിൽ വഴക്ക് കൂടുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ കണക്ക് പഠിച്ചെടുക്കാൻ കർത്താവ് പഠിപ്പിക്കുന്നു.
സ്നേഹത്തിൽ വളരും തോറും ഒരാളുടെ ഉള്ളിൽ നിന്ന് പതുക്കെ പതുക്കെ കണക്ക് കൂട്ടലുകളൊക്കെ ഒഴിഞ്ഞു പോകും. ക്രൈസ്തവ നീതിബോധത്തിലേക്ക് കർത്താവ് വിരൽ ചൂണ്ടുന്നു. അതുകൊണ്ട് നമ്മൾ ഇനിയും ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ വിചാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. എന്ത് പ്രതിഫലം ലഭിക്കും എന്ന് കരുതി ആർക്കും ഒരു നന്മ ചെയ്യാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർ കണ്ട് പുകഴ്ത്തുന്നതിന് കാരണമാകരുതേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ നടന്നാൽ നമ്മുടെ പ്രതിഫലം, സ്വർഗത്തിൽ നിന്നുള്ള പ്രതിഫലം നിന്നു പോകുമെന്ന് കർത്താവ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയാത്ത വിധത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കർത്താവെ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. സാധ്യതകളുടെ ലോകത്തിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അടുത്തു വരുമ്പോൾ ഇന്ന് ജീവിപ്പാൻ ആവശ്യമായ ബലവും കൃപയും ഒക്കെ നൽകണമേ. മറ്റുള്ളവരെ കരുണയോടെ സഹനത്തോടെ കാണുവാനും കർത്താവെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി സഹായഹസ്തങ്ങൾ നീട്ടുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹവായ്പോടെ എല്ലാവരോടും ഇടപെടുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. അവിടുത്തെ കൃപയാൽ കരുതണമേ. കുറവുകളും ദോഷങ്ങളും ഞങ്ങളോട് പൊറുക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരുതലിൽ പുതിയ വർഷം വഴി നടത്തണമേ. അവിടുത്തെ കൃപയിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നാം എല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.